ഹലോ ഗൈസ്, നമുക്ക് വന്നിട്ടുള്ള ഒരുപാട് എൻക്വയറീസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു എങ്ങനെയാണ് ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എന്താണ് പോർട്ട്ഫോളിയോ, എന്തിനാണ് പോർട്ട്ഫോളിയോ, എങ്ങനെയാണ് നല്ലൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നത്, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. എന്താണ് പോർട്ട്ഫോളിയോ? നിങ്ങളുടെ സ്കില്ലും അതുപോലെ തന്നെ എക്സ്പീരിയൻസും ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നിങ്ങളുടെ ബെസ്റ്റ് വർക്കിൻ്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോർട്ട്ഫോളിയോ എന്ന് വിളിക്കുന്നത്. നമ്മുടെ ഒരു പോർട്ട്ഫോളിയോ കാണുന്ന സമയത്ത് ഒരു പൊട്ടൻഷ്യൽ എംപ്ലോയർക്ക് നമ്മൾ എത്രത്തോളം ആ ഒരു പോസ്റ്റിലേക്ക് കേപ്പബിൾ ആണ്, അതുപോലെ തന്നെ ഒരു ഏരിയയിൽ എത്ര എക്സ്റ്റെൻഡ് വരെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, ഏതൊക്കെ ടൂൾസുമായിട്ട് നമുക്ക് പരിചയമുണ്ട്, ഏതൊക്കെ ടൂൾസ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു എംപ്ലോയർക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്, അല്ലെങ്കിൽ ഒരു 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 എന്താ പറയുക, റെഫറൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ പോർട്ട്ഫോളിയോന്. ഒരു പോർട്ട്ഫോളിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ റെസ്യൂമേ അതിൽ വരാം, നമ്മുടെ വർക്കിൻ്റെ റെഫറൻസസ് അതിൽ വരാം, മുമ്പ് ചെയ്തിട്ടുള്ള വർക്കിൻ്റെ ഹിസ്റ്ററി നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ഡിസൈൻസ് ആണെങ്കിൽ ഡിസൈൻസ് വരാം, ഏതെങ്കിലും ഏരിയയിൽ വർക്ക് ചെയ്തു ആ ഏരിയയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പെർഫോമൻസ്, അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ട്സ് എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ വരാം. അതുപോലെ തന്നെ ടെസ്റ്റിമോണിയൽസ്, ഇതൊക്കെ നമുക്ക് എന്തിൽ ഉൾപ്പെടുത്താൻ പറ്റും, ഒരു നല്ല പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റും. പോർട്ട്ഫോളിയോ നമ്മൾ ചെയ്യുന്ന സമയത്ത് മുമ്പുള്ള ആളുകൾ ചെയ്തിരുന്ന ഫിസിക്കലി ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവം, പക്ഷെ അത് ഭയങ്കര പ്രിന്റിങ് കോസ്റ്റും അതുപോലെ തന്നെ അതിൻ്റെ സർവീസ് ചാർജ്, ഡിസൈൻ ചെയ്യാനുള്ളതും അതുപോലെ തന്നെ ആ ഒരു കണ്ടന്റ് ഉണ്ടാക്കാനുള്ളൊക്കെ ആയിട്ടുള്ള കോസ്റ്റുകൾ ഒരുപാട് വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലേക്ക് വരുന്ന സമയത്ത് ഓൺലൈനായിട്ട് അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി ആയിട്ട് നമുക്ക് പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതിൽ 3 ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്: ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്, വെബ്സൈറ്റ്സ്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയാസ്. ഇതിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഏരിയാസ് അവിടെ ഉണ്ട്. അത് വേർഡ് പ്രസ് പോലെ, അതുപോലെ തന്നെ ബെഹാൻസ് പോലെയുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസ് നമുക്ക് അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഭാവിയിൽ അപ്ഡേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഇതാണ് നമുക്ക് ഫിസിക്കലി ഉള്ള പോർട്ട്ഫോളിയോയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ അല്ലാതെ ടൈം ടു ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ അപ്ഡേഷൻസ് അതിൽ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. ഇതിൽ ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ബെഹാൻസ്, വേർഡ് പ്രസ്, കാർഗോ, ഫ്ലിക്കർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിൽ പെയ്ഡ് മെമ്പർഷിപ്പ് എടുത്തിട്ട് കൂടുതൽ ഫീച്ചേഴ്സ് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസും അവിടെ അവൈലബിൾ ആണ്. സോ ഇതാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത്. പിന്നീട് വെബ്സൈറ്റിലേക്ക് വരുന്ന സമയത്ത് അതൊരു കസ്റ്റമൈസ്ഡ് വെബ്സൈറ്റ് ആണ്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ പേഴ്സണൽ വർക്ക്സിനെയും അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു വെബ്സൈറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, കസ്റ്റമൈസ് ചെയ്യാം. അതിലൂടെയാണ് പിന്നെ നമ്മൾ കൂടുതൽ വർക്ക്സൊക്കെ ലീഡൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. ദെൻ അതിന് വേണ്ടിയിട്ട് നമുക്ക് വിക്സ്, അതുപോലെ തന്നെ ഗോഡാഡി, സ്ക്വയർ സ്പേസ് തുടങ്ങിയിട്ടുള്ള വെബ്സൈറ്റ്സ് ഒക്കെ മീൻസ് അതിനുള്ള ടൂൾസാണ്, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ദെൻ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ്, നമുക്ക് എന്ത് ചെയ്യാം, സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് പലതും നമ്മുടെ വർക്ക്സ് ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യാം, യൂസ് ചെയ്യാം. നമുക്കിപ്പോൾ ഒരു കമ്പനി ഉണ്ടെന്ന് കരുതുക, അതിൽ നമുക്ക് ഫോട്ടോഗ്രാഫിയാണ് നമ്മൾ ചെയ്യുന്നൊരു കാര്യം, ഫോട്ടോഗ്രാഫി ആണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു പ്രൊഫൈൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഡിസൈൻസിനാണെങ്കിലും മറ്റൊരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാം. വീഡിയോ എഡിറ്റിങ്ങിനാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാം, പേജസ് ക്രിയേറ്റ് ചെയ്യാം. ഇത്തരത്തിൽ ഒരുപാട് വൈഡായിട്ടുള്ള ചാൻസസ് ആണ് നമുക്ക് ഓൺലൈനായിട്ട് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോകുന്ന സമയത്ത് ക്രിയേറ്റ് എ കണ്ടൻസ് സെക്ഷൻ. നമ്മുടെ വർക്ക്സ് നമ്മൾ പല ഏരിയാസിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇൻ കേസ് നിങ്ങളൊരു ഡിസൈനർ ആണെന്നുണ്ടെങ്കിൽ പോസ്റ്റർ ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും, വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും, അതുപോലെ തന്നെ ബ്രോഷേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവും. ഇത്തരത്തിൽ പല തരത്തിലുള്ള ഡിസൈൻസ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. പക്ഷേ ഇതെല്ലാം മൊത്തം ഒന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നിച്ച് അങ്ങോട്ട് ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതിന് പകരം ഓരോന്നിനും സെപ്പറേറ്റ് ഏരിയ അലൈൻ ചെയ്തിട്ട് സോഷ്യൽ മീഡിയയുടെ ഡിസൈൻസ് വേറെ, ബ്രോഷറിൻ്റെ ഡിസൈൻസ് വേറെ, പോസ്റ്റർ ഡിസൈൻസ് വേറെ തുടങ്ങിയിട്ടുള്ള ഓരോ അലൈൻമെൻറ്റിൽ നിങ്ങളിത് ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കാണാൻ അത്യാവശ്യം അട്രാക്റ്റീവ് ആയിരിക്കും. ആളുകൾക്ക് മനസ്സിലാക്കാനും ഏതൊക്കെ ഏരിയയിൽ നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനും എളുപ്പമായിരിക്കും എന്നുള്ളതാണ്.
മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ റെസ്യൂമെ നിങ്ങൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ നമ്മൾ റെസ്യൂമെ ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ വൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ലാർജ് ആയിട്ടുള്ള വാസ്റ്റ് ആയിട്ടുള്ള റെസ്യൂമെ ആയിരിക്കരുത് ചെയ്യേണ്ടത്. വളരെ ക്രിസ്പായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അതിൽ ഉൾപ്പെടുത്തുക. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ്, അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൽസ്, ഹാർഡ് സ്കിൽസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുക. അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രൊഫഷണൽ ഗോളാണ്. അത് നമുക്ക് രണ്ട് രീതിയിൽ അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഷോർട്ട് ടേം ഗോളായിട്ടും അതുപോലെ തന്നെ ലോങ് ടേം ഗോളായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ മെൻഷൻ ചെയ്യാം. അതായത് ഷോർട്ട് ടേം ഗോൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ തൊട്ടടുത്ത്, അതായത് വരുന്ന കാലങ്ങളിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതും, അതുപോലെ തന്നെ ലോങ് ടേം ഗോൾ എന്ന് പറയുന്ന സമയത്ത് നെക്സ്റ്റ് ഒരു 5 ഇയേഴ്സിന് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു 10 ഇയേഴ്സ് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് ലെവലിലാണ് എത്തേണ്ടത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അതിൽ പോർട്രേറ്റ് ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എക്സ്പെർട്ടൈസ് ഫീൽഡ് ഏതൊക്കെയാണ്, മീൻസ് ഏരിയാസ് ഏതൊക്കെയാണ്, നമ്മുടെ സ്കിൽസ് എന്തൊക്കെയാണ് തുടങ്ങിയിട്ടുള്ളതാണ്. ഇത് മെൻഷൻ ചെയ്യുന്ന സമയത്ത്, ആഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ വെറുതെ ഒരു എന്തെങ്കിലും സ്കില്ല് അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും എക്സ്പീരിയൻസ് ആഡ് ചെയ്യുക എന്നുള്ളതല്ല. നമ്മൾ റെസ്യൂമയുടെ കാര്യത്തിന് മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. നമ്മൾ ഏത് കമ്പനിക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഏത് ഏരിയക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നത്, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു എംപ്ലോയർക്ക് റിക്വയർ ചെയ്യുന്ന സ്കിൽസ് ഏതൊക്കെയാണ്, അവർ റിക്വയർ ചെയ്യാൻ സാധ്യതയുള്ള സ്കിൽസ് ഏതൊക്കെയാണ്, ഏരിയാസ് ഓഫ് എക്സ്പെർട്ടൈസ് ഏതൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ട് വേണം, അല്ലെങ്കിൽ അത് ഒബ്സർവ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിൽ ഉൾക്കൊള്ളിക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരുപാട് ഇൻഫോർമേഷൻസ് അതിലുണ്ട് എന്നുള്ളതല്ലാതെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ കുറവായിരിക്കും. ആളുകൾ നോട്ടീസ് ചെയ്യണം എന്താണ് നമ്മുടെ സ്കിൽ, എന്താണ് ഈ സ്കില്ല്, എങ്ങനെയാണ് എൻ്റെ കമ്പനിയിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ആസ് എൻ എംപ്ലോയർ ഞാൻ ആലോചിക്കുന്നുണ്ടാവും. സോ അതിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മുടെ കണ്ടന്റ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ വർക്ക്സ് നമ്മൾ അറ്റാച്ച് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ആദ്യം ഷോർട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ ഏറ്റവും ബെസ്റ്റ് വർക്ക്സ് എന്തൊക്കെയാണോ അതെല്ലാം ഇതിൽ ആഡ് ചെയ്യുക. അത് ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്സ് ആവാം, പോസ്റ്റർ ഡിസൈൻസ് ആവാം, വേറെ എന്തെങ്കിലും സോഷ്യൽ മീഡിയ ഡിസൈൻസ് ആവാം, ബ്രോഷർ ഡിസൈൻസ് ആവാം, ഇതെല്ലാം കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ ഉൾക്കൊള്ളിക്കുക. ചില സന്ദർഭങ്ങളിൽ നിങ്ങളൊരു വീഡിയോ എഡിറ്ററാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കറാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വീഡിയോ വർക്കൊക്കെ ഉൾക്കൊള്ളിക്കേണ്ടതായിട്ടുള്ള വരും. സോ അങ്ങനത്തെ സാഹചര്യങ്ങളിലും നമുക്ക് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ളതാണ് ഈ ഓൺലൈൻ പോർട്ട്ഫോളിയോ പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതിൽ നിങ്ങളുടെ ഏതെങ്കിലും ലിങ്ക്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം, ഡ്രൈവിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇത്തരത്തിലുള്ള പോസിബിലിറ്റീസ് ഒക്കെ നമുക്ക് ഓൺലൈൻ വഴി പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവൈലബിൾ ആണ് എന്നുള്ളത്. അടുത്തതായിട്ട് നമ്മൾ ഉൾക്കൊള്ളിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ടെസ്റ്റിമോണിയൽസ് ആണ്. അതായത് മറ്റു ആളുകൾ, നമ്മുടെ ക്ലയൻസ്, നമ്മുടെ മുമ്പത്തെ എംപ്ലോയേഴ്സ് നമ്മളെ പറ്റിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ വർക്കിനെ പറ്റിയിട്ട് എന്തൊക്കെ കമൻസ് ആണ് തന്നിട്ടുള്ളത്, ഇതെല്ലാം നമുക്ക് ഇവിടെ ഇതിനകത്ത് എന്ത് ചെയ്യുക, ഇൻക്ലൂഡ് ചെയ്യിക്കാം എന്നുള്ളതാണ്. കൂടുതൽ റെക്കമെൻഡേഷൻസ് മുമ്പത്തെ എംപ്ലോയേഴ്സ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാം. കൂടുതൽ നമുക്ക് കിട്ടിയിട്ടുള്ള റീമാർക്സ്, ആളുകളിൽ നിന്നിട്ട് കിട്ടിയിട്ടുള്ള റീമാർക്സ് എന്തൊക്കെയാണോ അതെല്ലാം നമ്മളിതിൽ കൃത്യമായിട്ട് ഷോക്കേസ് ചെയ്യുക. ദെൻ നെക്സ്റ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും വലിയ മീൻസ് ഒരു പ്ലസ് പോയിന്റ് അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം, നമുക്കിതുവരെ കിട്ടിയിട്ടുള്ള അവാർഡ്സ് ആൻഡ് റെക്കഗ്നിഷൻസ്. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് ബെസ്റ്റ് വർക്കിനുള്ള അവാർഡ്സ് കിട്ടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇവൻസിന് പോകുന്ന സമയത്തും അതുപോലെ തന്നെ ഏതെങ്കിലും കോമ്പറ്റീഷൻസിന് പോകുന്ന സമയത്തൊക്കെ നമുക്ക് പലതരത്തിലുള്ള റെക്കഗ്നീഷൻസ് കിട്ടിയിട്ടുണ്ടാവാം. അതെല്ലാം നിങ്ങൾ ഇവിടെ ഉൾക്കൊള്ളിക്കുക. നല്ല ബ്യൂട്ടിഫുള്ളി നിങ്ങളതൊരു നല്ലൊരു വിഷ്വൽ ആർട്ടായിട്ട് നിങ്ങളവിടെ പ്രസൻറ്റ് ചെയ്യുക. ദെൻ ലാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് നല്ല റെഫറൻസ് നമ്മൾ കൊടുക്കുക. നമ്മൾ സി വിയിൽ കൊടുക്കുമ്പോഴും അതുപോലെ തന്നെ ഇതിലും പോർട്ട്ഫോളിയോയിലും നമ്മൾ എന്ത് ചെയ്യണം, നല്ല റെഫറൻസ് ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ്. നമ്മൾ മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള കമ്പനികളിലെ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും വ്യക്തികളുടെയോ കമ്പനികളുടെയോ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ പ്രൊവൈഡ് ചെയ്യുക. നമ്മളെ പറ്റിയിട്ടുള്ള ഒരു റെഫറൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. സോ ഇത്രയൊക്കെയാണ് നമുക്ക് ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുന്നതിൻ്റെ മെയിൻ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്
നല്ലൊരു പോർട്ട്ഫോളിയോ ആക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പറഞ്ഞു പോകാം. ഫസ്റ്റ് ഒരു ടിപ്പ് എന്ന് പറയുന്നത്, എപ്പോഴത്തെയും എല്ലാ ഏരിയാസിലും നമ്മൾ പറയുന്ന പോലെ തന്നെ നമ്മൾ ഒരുപാട് കണ്ടൻസ് അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്യുക എന്നുള്ളതിന് പകരം നമ്മുടെ ഏറ്റവും ക്വാളിറ്റിയുള്ള കുറച്ച് വർക്ക്സ് മാത്രം അതിൽ ഡിസ്പ്ലേ ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് വർക്ക്സിനേക്കാളും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാവുന്നത് ഏറ്റവും ക്വാളിറ്റിയുള്ള വർക്ക് ഏതാണോ അതിൽ നിന്നായിരിക്കും. അതുപോലെ തന്നെ നെക്സ്റ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും പോസ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ ഫോട്ടോഗ്രാഫി ആയിക്കോട്ടെ, ഇതെല്ലാം ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കുന്ന സമയത്ത് ഏതൊരു പെർട്ടിക്കുലർ ഡിസൈൻസിൽ നമ്മളതിൽ വെക്കുക. ജസ്റ്റ് ഒരു കൊളാഷ് പോലെ വെക്കുന്നതിന് പകരം ഇൻ കേസ് ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു മോക്കപ്പ് ഒക്കെ വെച്ചിട്ടുള്ള കണ്ടന്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ ഉൾക്കൊള്ളിക്കുക. അതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റാച്ച് ഡിജിറ്റൽ സാമ്പിൾസ് അല്ലെങ്കിൽ ലിങ്ക്സ് ഒക്കെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എംപ്ലോയർക്ക് അല്ലെങ്കിൽ ഇത് വായിക്കുന്ന ആളുകൾക്ക്, നമ്മുടെ പോർട്ട്ഫോളിയോ ചെക്ക് ചെയ്യുന്ന ആളുകൾക്ക് ആവശ്യമുള്ള രീതിയിൽ. ഇപ്പോൾ വീഡിയോ കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയിട്ട്, അത് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും ചാനൽസിൻ്റെ ലിങ്ക്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിതിൽ ഉൾക്കൊള്ളിക്കുക. ദെൻ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു എന്താ പറയുക ഡിസൈന് മതി നിങ്ങളൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്. ഭയങ്കര ഡിസൈനുകളുള്ള ഭയങ്കര ഒരു ലക്ഷറിയസ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഡിസൈൻസിൻ്റെ ആവശ്യമില്ല. കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ട് തോന്നണം, പക്ഷേ അട്രാക്റ്റീവായിട്ട് ആവശ്യമായിട്ടുള്ള കണ്ടൻസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഭയങ്കര പ്രൊഫഷണലായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള പോർട്ട്ഫോളിയോ വേണം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും. ദെൻ നിങ്ങൾ അതിൽ കൊടുത്തിട്ടുള്ള ഷെയർ ചെയ്യുന്ന ഇൻഫർമേഷൻസ് ഭയങ്കര ഓർഗനൈസ്ഡ് ആയിട്ടുള്ള, ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള മാനറിൽ വേണം അതിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഭയങ്കര സ്കാറ്റേഡ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന പോലെ അങ്ങനെ ഭയങ്കര കുത്തിക്കൊള്ളിച്ച് കൊടുക്കുന്ന ആ ഒരു രീതിയൊക്കെ നിങ്ങൾ മാറ്റുക. ദെൻ നമ്മളൊരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തു ഫൈനലൈസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ ഏതെങ്കിലും എംപ്ലോയർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പിയർ ഗ്രൂപ്പ്സിനോ ആർക്കെങ്കിലും കാണിച്ചു കൊടുത്തിട്ട് എന്താണ് അതിൻ്റെ ഒരു ഒപ്പീനിയന്, ഇതിലെന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ, എഡിറ്റ് ചെയ്യാനുണ്ടോ, കറക്ഷൻസ് വരുത്താനുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊന്ന് മോണിറ്റർ ചെയ്തതിന് ശേഷം മാത്രം അത് ഫൈനലൈസ് ചെയ്യുക. ദെൻ ഫൈനലി നമ്മുടെ പോർട്ട്ഫോളിയോ നമ്മൾ മൾട്ടിപ്പിൾ ഫോർമാറ്റിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ ചെയ്യുക, അതിന് പുറമേ തന്നെ ഡോക്യുമെൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഫിസിക്കലി വേണം എന്നുണ്ടെങ്കിൽ ഫിസിക്കലി നമ്മളത് പ്രിൻ്റ് എടുത്തിട്ട് സൂക്ഷിക്കുകയും ചെയ്യാം. ഏത് സമയത്താണ് ഏത് ഫോർമാറ്റാണ് നമുക്ക് ആവശ്യം വരിക എന്നുള്ളത് പറയാൻ പറ്റില്ല. സോ നമ്മൾ അത്തരത്തിലും കൂടെ പല ഫോർമാറ്റിലായിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ട് നമ്മുടെ കൂടെ കീപ്പ് ചെയ്യാം. സോ ഇത്രയും സ്റ്റെപ്സ് അതുപോലെ തന്നെ ടിപ്സൊക്കെ നമ്മൾ നല്ല രീതിയിലൊന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ നല്ല വൃത്തിയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പോർട്ട്ഫോളിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രൈവറ്റായിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യുക, പേഴ്സണൽ മെസ്സേജ് ചെയ്യാം. അതിൽ കൂടുതൽ വീഡിയോക്കുള്ള കണ്ടന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, ലെങ്തി ആയിട്ടുള്ള കണ്ടന്റ് അതിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ make your best portfolio and get posted.